രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകരെല്ലാം ആകുമ്പോൾ ഒരു പൊതു ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ടുന്ന മാന്യതയുടെ ഒരു പ്രശ്നമുണ്ട്. അത് കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് സമൂഹം പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണങ്ങൾ ഓരോന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ കൂടുതൽ ധിക്കാരപരമായ നടപടികളിലേക്ക് പോകുന്നു. ജനങ്ങളെ അവഹേളിക്കുന്നു, ജനങ്ങളെ അപമാനിക്കുന്നു, ജനങ്ങളെ പരിഹസിക്കുന്നു. ഈ നിലപാടാണ് അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നത്. പല കോണുകളിൽ നിന്നും രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ തീരുമാനം ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ് ഉയർത്തുന്നത്. ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ കോൺഗ്രസ്സാണ് ഈ കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കേണ്ടത്. അതാണ് ഈ കാര്യത്തിലുള്ള പ്രശ്നം. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രശ്നമാണിത്. തീർച്ചയായും ജനങ്ങളുടെ പ്രതികരണം ഇതിനകം തന്നെ കേരളം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി തുടർന്നുള്ള നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൽ സ്വീകരിക്കാൻ കഴിയും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് ഭയന്നിട്ടാണ് ഇത്തരത്തിലൊരു നടപടി കോൺഗ്രസിൽ എത്തിയത്. അതായത് രാജി ആവശ്യം വനിതാ നേതാക്കളടക്കം വളരെ ശക്തമായി ഉന്നയിച്ചതാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന് ഭയന്നിട്ടാണ് ഇത്തരത്തിൽ സസ്പെൻഷനിലേക്ക് നടപടി ഒതുക്കിയതെന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. CPM-ന് അല്ലെങ്കിൽ LDF-ന് ഉപതെരഞ്ഞെടുപ്പിന് ഭയമുണ്ടോ? LDF-ന് ഒരു ഉപതെരഞ്ഞെടുപ്പിനെയും ഭയമില്ല. ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. അത് ഈ തെറ്റിന് പരിഹാരമാവുന്നില്ല. അതുകൊണ്ട് അത്തരമൊരു വ്യാഖ്യാനം നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു സാഹചര്യത്തിലും ഉപതെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുക എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും സ്വീകരിക്കുന്ന സമീപനം. അതാണ്. ഇത് ഈ ഉപതെരഞ്ഞെടുപ്പ് ബോധപൂർവ്വം ഉണ്ടാക്കി തീർക്കല്ലോ. ഒരു സമൂഹത്തിൽ മൂല്യം ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരു വ്യക്തി ആ മൂല്യങ്ങളിൽ നിന്ന് പിറകോട്ട് പോയിരിക്കുന്നു. ജനങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിയമസഭാ സാമാജികൻ. അപ്പോൾ സാധാരണ നിലയിൽ അത്തരമൊരു പദവിയോട് എന്ത് നിലപാട്? ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ഈ പദവിക്ക് പ്രാധാന്യം നൽകണം. അല്ലെങ്കിൽ ഇദ്ദേഹം തെറ്റ് സമ്മതിക്കരുത്. രാഹുൽ മാങ്കൂട്ടം വാചകത്തിൽ തെറ്റ് സമ്മതിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടുകൂടി അദ്ദേഹം തെറ്റുകാരനാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളോട് കോൺഗ്രസിൻ്റെ നിലപാടെന്ത്? അതാണ് പ്രശ്നം. കോൺഗ്രസിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, ആരെല്ലാം എന്തെല്ലാം അഭിപ്രായം പറയുന്നു എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ കോൺഗ്രസിനകത്ത് താങ്കൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ശക്തമായ അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വമല്ലേ പരിഗണിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ നേതൃത്വം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് ഈ കാര്യങ്ങളിലെത്തണം. കോൺഗ്രസിൻ്റെ നിലപാട് അവരുടെ മൂല്യച്യുതി സമൂഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നതാണ്. കോൺഗ്രസിന് ഒരു തരത്തിലും കേരളത്തിൽ ഭാവി ഇല്ല എന്ന് വ്യക്തമാക്കുന്ന നിലപാടാണ് ഈ സമീപനത്തോടെ വന്നു ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ